എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 12ാമത്തെ സർഗത്തിലെ 48, 49 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. രണ്ടിലും ഉപജാതി വൃത്തമാണുള്ളത്. ഇവിടെ ശ്രീകൃഷ്ണനും സത്യഭാമയും കൂടിയിട്ട് ഓരോരോ പ്രദേശങ്ങൾ കണ്ടുവരികയാണ്. കൈലാസം കണ്ടു, ഹിമാലയം കണ്ടു. ഹിമാലയത്തിൻ്റെ 2 വിശിഷ്ട സ്വത്തുക്കൾ അതിനെ പറ്റിയിട്ടും പറഞ്ഞു. ഇനി പറഞ്ഞു വരുന്നത് മാനസ സരസിനെ പറ്റിയിട്ടൊക്കെയാണ്. അതിനെ പറ്റിയിട്ട് ഒരു ശ്ലോകം പറഞ്ഞു. അടുത്ത ശ്ലോകത്തിലും ഈ മാനസ സരസിൻ്റെ തീരത്തുണ്ടായ ചില സംഭവങ്ങളെ പറ്റിയിട്ടാണ് പറയണത്. നമുക്ക് 48ാമത്തെ ശ്ലോകം നോക്കാം. പുരാസ്യ പുണ്യേ കുശികസ്യ സൂനു കൂലേ വസൻ കോപമലേന ശൂന്യ സുരാംഗനാ വിഭ്രമദുർജയേന ബ്രഹ്മർഷിരാസീത് തപസോ ബലേന. ആദ്യം പദച്ഛേദം പറയാം. പുരാ അസ്യ പുണ്യേ കുശികസ്യ സൂനു കൂലേ വസൻ കോപമലേന ശൂന്യ സുരാംഗനാ വിഭ്രമദുർജയേന ബ്രഹ്മർഷി ആസീത് തപസ ബലേന. അന്വയം തുടങ്ങുന്നത് പുരാ എന്നുള്ള ശബ്ദത്തിലാണ്. പുരാ പണ്ട്. പണ്ട് എന്താണ് ഉണ്ടായത്? അസ്യ പുണ്യേ കൂലേ. അസ്യ എന്ന് പറഞ്ഞാൽ മാനസ സരസിൻ്റെ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയ വിഷയം മാനസ സരസാണ്. മാനസ സരസിൻ്റെ തീരത്തിൽ പുണ്യേ കൂലേ, വെറും തീരമല്ല, വളരെ പുണ്യം നിറഞ്ഞതായ, അവിടെ വസിച്ചാൽ മതി ആ ആൾ വിശുദ്ധനാവും, ആ ആൾക്ക് മോക്ഷം കിട്ടും. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള തീരമാണ് മാനസ സരസിൻ്റേത്. ആ പുണ്യമായിട്ടുള്ള തീരത്തിൽ കൂലേ വസൻ വസിക്കുന്നവനായ അല്ലെങ്കിൽ വസിച്ചിരുന്നവനായ കുശികസ്യ സൂനു, കുശികൻ്റെ പുത്രൻ. കുശികനന്ദനൻ എന്ന് പറഞ്ഞാൽ കൗശികൻ, അതായത് വിശ്വാമിത്രനാണ്. വിശ്വാമിത്രൻ്റെ അച്ഛൻ്റെ പേരാണ് കുശികൻ എന്ന്. അപ്പോൾ കൗശികൻ എന്നുള്ള പദം കൊണ്ട് കുശികൻ്റെ പുത്രൻ എന്നുള്ള അർത്ഥം ആണ് ഉദ്ദേശിക്കുന്നത്. വിശ്വാമിത്രൻ്റെ മറ്റൊരു പേരായിട്ട് കൗശികൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ കുശികനന്ദനായിട്ടുള്ള ആ വിശ്വാമിത്ര മഹർഷി ഈ മാനസ സരസിൻ്റെ തീരത്ത് താമസിച്ചിട്ടുണ്ട്. അതിൻ്റെ പുണ്യമായിട്ടുള്ള തീരത്ത് താമസിച്ചത് കൊണ്ട്, അവിടെ താമസിച്ചു എന്നുള്ളത് കൊണ്ട് ആ മഹർഷിക്ക് എന്തൊരു ഗുണമാണ് കിട്ടിയതെന്ന് പറയാണ്. കോപമലേന ശൂന്യ. ആ മഹർഷിക്ക് കോപം എന്ന് പറഞ്ഞൊരഴുക്ക് ഇല്ലാതെയായിപ്പോയി. കോപമലേന, കോപമാകുന്ന മലം. മലം എന്ന് പറഞ്ഞാൽ കളങ്കമാണ്. അത് ഒരാളുടെ ഗുണഗണങ്ങളെ ഇല്ലായ്മ ചെയ്യും. ഈ ദേഷ്യം എന്ന് പറയണ ആ വികാരം പെട്ടെന്ന് ശുണ്ഠി വരുന്നൊരു സ്വഭാവമാണ് വിശ്വാമിത്രന്. മുൻശുണ്ഠിക്കാരനാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാ ഗുണഗണങ്ങളെയും പെട്ടെന്ന് നശിപ്പിക്കും. ഒരു ഋഷിയായിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഗുണഗണങ്ങളിൽ പെടുന്നില്ല കോപം. പെട്ടെന്ന് വരിക, കോപം വരിക എന്നുള്ളത് വലിയൊരു ദോഷമായിട്ട്, വിശ്വാമിത്രൻ്റെ ദോഷമായിട്ട് പറയാറുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മാനസ സരസിൻ്റെ തീരത്തിരുന്ന് തപസ് ചെയ്തത് കൊണ്ട് ആ ഋഷിക്ക് എന്താ സംഭവിച്ചത്? കോപമലേന ശൂന്യ. കോപമലം, കോപമാകുന്ന കളങ്കം ഇല്ലാതെയായി പോയ അങ്ങനെയുള്ള മഹർഷിയായി തീർന്നു. ദേഷ്യം എന്നുള്ള വികാരം തന്നെ ഇല്ലാതെയായിപ്പോയി. കോപമലേന ശൂന്യ. അതുകൊണ്ട് തന്നെ സുരാംഗന വിഭ്രമദുർജയേന ബലേന തപസ ബ്രഹ്മർഷി ആസീത്. സുരാംഗനമാരെന്ന് പറഞ്ഞാൽ അപ്സര സ്ത്രീകളാണ്. അപ്സര സ്ത്രീകളുടെ വിഭ്രമം കൊണ്ടുപോലും തോൽപ്പിക്കാൻ പറ്റാത്തതായ, പണ്ടൊരിക്കലും വിശ്വാമിത്രൻ ഈ അപ്സര സ്ത്രീകളുടെ നൃത്തത്തിലും പാട്ടുകളിലും ഒക്കെ വീണിട്ട് ഒരു പുത്രി ഉണ്ടായതാണ്, ശകുന്തള. പിന്നീട് അത് സാധാരണ ഭൂമിയിൽ വെച്ച് സംഭവിച്ചതാണ്. അതിനുശേഷം ഇതെല്ലാം ഈ കോപം എന്ന് പറഞ്ഞ ആ ഒരു കളങ്കത്തിനെ ഇല്ലായ്മ ചെയ്തപ്പോൾ മറ്റെല്ലാ വികാരങ്ങൾക്കും ആ വികാരങ്ങളുടെ ഒരു ചൂട് അല്ലെങ്കിൽ വികാരങ്ങളുടെ വർധനവ് അത് ഇല്ലാതെയായി. അപ്പോൾ കോപം ഇല്ലാതെയായപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് തങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവും അല്ലെങ്കിൽ മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുന്ന അവസ്ഥയും ഇല്ലാതെയായി. അതായത് സുരാംഗനമാർ, അപ്സരസ്സുകൾ വിചാരിച്ചിട്ട് പോലും ആ വിശ്വാമിത്രനെ വളയ്ക്കാൻ സാധിച്ചില്ല, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാൻ സാധിച്ചില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, കോപം എന്ന് പറഞ്ഞ വികാരത്തെ മാറ്റിവെച്ചു. നമുക്കെല്ലാവർക്കും ഉള്ള പാഠമാണ്. കോപം എന്ന് പറഞ്ഞ ആ ഒരു വികാരം മാറ്റിയാൽ തന്നെ മറ്റെല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ മനുഷ്യന് പറ്റും. ഏറ്റവും അടക്കാൻ പറ്റാത്തൊരു വികാരമാണ് കോപം. കോപം അടക്കാൻ പറ്റുന്ന ഒരാൾക്ക് മറ്റെന്ത് വികാരങ്ങളെയും അടക്കാൻ പറ്റും. അതുകൊണ്ട് ആ കോപമില്ലാതെയായി തീർന്ന കുശികനന്ദനൻ ഈ മാനസ സരസിൻ്റെ തീരത്തിരുന്ന് തപസ് ചെയ്യുകയും, അങ്ങനെ തപസ് ചെയ്ത സമയത്ത് ദേവസ്ത്രീകളൊക്കെ വന്നിട്ട് തപസ് ഇളക്കാൻ നോക്കി. പക്ഷേ ബലമായിട്ടുള്ള തപസ്സാണ് ചെയ്തതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ
തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. അവിടെ മുൻപൊരിക്കൽ സംഭവിച്ചതായ കാമം തുടങ്ങിയ ദോഷങ്ങളൊന്നും പ്രവർത്തിക്കാതെയായി. കാമക്രോധ ലോഭമത മത്സര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് 6 വൈരികളാണ്. അതിൽ ഒന്നിനെ ജയിച്ചാൽ മറ്റുള്ളതിനെയൊക്കെ ജയിക്കാനുള്ള ശക്തി കിട്ടും എന്നാണ് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദേഷ്യത്തെ നിയന്ത്രിച്ച വിശ്വാമിത്രൻ്റെ മനസ്സിൽ കാമത്തിനും ഇപ്പോൾ അത്രയ്ക്ക് തന്നെ സ്ഥാനമുണ്ടായുള്ളൂ. അതുകൊണ്ട് ദേവാംഗനമാർ വിചാരിച്ചിട്ടൊന്നും ആ വിശ്വാമിത്ര മഹർഷിയുടെ തപസ്സിളക്കാൻ സാധിച്ചില്ല. അതാണ് ഇവിടെ പറഞ്ഞ സുരാംഗനാ വിഭ്രമ ദുർജയേന. സുരാംഗനമാരുടെ വിഭ്രമം കൊണ്ടുപോലും തോൽപ്പിക്കാൻ പറ്റാത്തതായ ബലിഷ്ഠമായ നല്ല ശക്തമായ മനസ്സുറച്ച തപസ്സിനാൽ, തപസോ എന്നല്ല വേണ്ടത്, തപസഹ. അതങ്ങനെ ഒരു ടൈപ്പ് ചെയ്തപ്പോൾ വന്നൊരു തെറ്റാണ്. തപസോ എന്നല്ല വരേണ്ടിയിരുന്നത്. ശ്ലോകത്തിൽ തപസാ ബലേന, ബലേന തപസ, അത്രയ്ക്ക് ശക്തമായിട്ടുള്ള തപസ്സുകൊണ്ട് വിശ്വാമിത്രൻ ആരായി തീർന്നു? ബ്രഹ്മർഷി ആസീത്, ബ്രഹ്മർഷിയായി. അതുവരെ രാജർഷിയായിരുന്നു വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ ജന്മം കൊണ്ട് രാജാവാണ്. അതുകൊണ്ട് ഋഷിയായി തീർന്നു എങ്കിലും രാജർഷി എന്നേ വിളിച്ചിരുന്നുള്ളൂ. പക്ഷേ കഠിനമായിട്ടുള്ള തപസ് ചെയ്തിട്ട് പിന്നീട് ബ്രഹ്മർഷിയായി തീർന്നു. വസിഷ്ഠനും വിശ്വാമിത്രനും കൂടി ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. ബ്രഹ്മർഷിയാണോ വലുത്, രാജർഷിയാണോ വലുത് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ പലരെയും ആ തർക്കത്തിൽ ബലിയാടാക്കേണ്ടതായിട്ടൊക്കെ വന്നു. അതിലൊരാളാണ് ഹരിശ്ചന്ദ്രനൊക്കെ. അങ്ങനെ ആ കഥയൊക്കെ പുരാണങ്ങളിൽ കേൾക്കാനുണ്ട്. അവസാനം വസിഷ്ഠന് സമ്മതിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി. അതിനു വേണ്ടിയിട്ടാണ് ഈ മാനസ സരസിൻ്റെ തീരത്ത് വച്ചിട്ട് കഠിനമായിട്ട് അദ്ദേഹം തപസ് ചെയ്തത്. ആ തപസ് ഇളക്കാൻ ആർക്കും സാധിച്ചില്ല. അത് ഈ മാനസ സരസിൻ്റെ തീരത്തായതുകൊണ്ടാണ് അത്രയ്ക്ക് കഠിനമായിട്ട് അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള തപസ് ചെയ്യാൻ സാധിച്ചത് എന്നാണ് ഭഗവാൻ സത്യഭാമയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ആ സരസിൻ്റെ തന്നെ മറ്റൊരു വിശേഷണം, മറ്റു ചില ഭംഗിയുള്ള ഭാഗങ്ങൾ വർണ്ണിക്കുകയാണ്. നമുക്ക് 49ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അസ്മിൻ വസന്തോ വനിതാ സഹായ ബലാഹകാനാം സമയേഷു ഹംസാഃ ഗുണായിവാസ്യ സ്പൃഹണീയമാലാ പുനഃ പ്രസർപ്പന്തി ദിശാം മുഖേഷു. പദങ്ങളൊക്കെ ഒന്ന് നോക്കാം. അസ്മിൻ വസന്ത വനിതാ സഹായാഃ ബലാഹകാനാം സമയേഷു ഹംസാഃ ഗുണാഃ ഇവ അസ്യ സ്പൃഹണീയമാലാഃ പുനഃ പ്രസർപ്പന്തി ദിശാം മുഖേഷു. വലിയ കാര്യമായിട്ട് പദച്ഛേദം ചെയ്യാനൊന്നുമില്ല. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം. ബലാഹകാനാം സമയേഷു അസ്മിൻ വസന്ത വനിതാ സഹായാഃ സ്പൃഹണീയമാലാഃ ഹംസാഃ. അസ്മിൻ വസന്തഃ ഹംസാഃ. അസ്മിൻ ഈ മാനസ സരസിൽ വസന്തഃ വസിക്കുന്നവരായിട്ടുള്ള അരയന്നങ്ങൾ. ഹംസാഹ എന്ന് പറഞ്ഞാൽ ഹംസങ്ങൾ, അരയന്നങ്ങൾ. ഏത് സമയത്താണ് അരയന്നങ്ങൾ മാനസ സരസിലേക്ക് വരണത്? അതാണ് ഇവിടെ പറയുന്നത്. ബലാഹകാനാം സമയേഷു. ബലാഹകം എന്നും പറയാം, ബലാഹകം എന്ന് പറയാം. രണ്ടിൻ്റെയും അർത്ഥം മേഘങ്ങളെന്നാണ്. വലിയ വലിയ മേഘങ്ങളുടെ കാലം, അതായത് മഴക്കാലം. മഴക്കാലത്ത് അസ്മിൻ ഈ മാനസ സരസിൽ വസന്ത വസിക്കുന്നവരായിട്ടുള്ള ഹംസാഹ ഹംസങ്ങൾ. പിന്നെ അവയ്ക്ക് വേറെ 2 വിശേഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. വനിതാ സഹായാഹ സ്പൃഹണീയശീലാഹ. വനിതാ സഹായാഹ എന്ന് പറഞ്ഞാൽ വനിതകൾക്ക്, സ്ത്രീകൾക്ക് സഹായമാകുന്നവ. അതായത് ഭർത്താക്കന്മാരിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്നവരായിട്ടുള്ള സ്ത്രീകൾക്ക് സഹായമായി വർത്തിക്കുന്നത് ഹംസങ്ങളാണ്. അതെങ്ങനെയാണ് സഹായമാകുന്നതെന്നാണെങ്കിൽ മഴക്കാലത്തിൻ്റെ വരവായി എന്നറിയിക്കാൻ ഈ ഹംസങ്ങൾ മാനസ സരസിലേക്ക് പറന്നു പോകാറുണ്ട് അത്രേ. കുമാരസംഭവത്തിലും മേഘസന്ദേശത്തിലും ഒക്കെ ഇത് കാളിദാസൻ പറയുന്നുണ്ട്. മേഘസന്ദേശത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ആ കൈലാസാദ്ഭിസകിസലയച്ഛേദ പാധേയവന്ത സമ്പത്സ്യന്തേ നഭസി ഭവതോ രാജഹംസാ സഹായ. മഴക്കാലം വന്ന് തുടങ്ങുമ്പോഴേക്കും ഹംസങ്ങളൊക്കെ ഈ ബിസകിസലയങ്ങളെ, താമരത്തണ്ടുകളെയും താമരവള്ളികളെയും ഒക്കെ അരിഞ്ഞ് പാധേയങ്ങളാക്കി കൈപിടിച്ചു പോകുന്നവരായിട്ടുള്ള ഈ ഹംസങ്ങൾ അവർ മാനസ സരസിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോണത്. മഴ മാറണത് വരെ അവിടെയാണ് താമസിക്കുക. അവർക്ക് ചെളിയും അതുപോലെ തന്നെ ഈ മഴ മൂത്ത കാലമൊന്നും ഇഷ്ടമല്ല. അപ്പം ചെളിയില്ലാത്തതായ, മഴയില്ലാത്തതായ മാനസ സരസിലേക്ക് പോകും. എന്തുകൊണ്ടാണ് മാനസ സരസിൽ മഴയില്ലാത്തത്? മേഘത്തിൻ്റെ മാർഗത്തെക്കാളും ഉയർന്നു നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ മാനസ സരസുള്ളത്. അതുകൊണ്ട് മേഘങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് ഹംസങ്ങൾ സ്വൈരമായിട്ട് മാനസ സരസിൽ വിഹരിക്കുന്നു.
ഭൂമിയിലെ സരസ്സുകളിലാണ് അവർ സ്ഥാനം പിടിക്കുന്നതെങ്കിലും മഴ വരുമ്പോൾ അവർക്ക് വല്ലാത്ത അങ്കലാപ്പ് വരും. അതുകൊണ്ട് മഴ വരണതിന് മുമ്പ് തന്നെ ഈ പക്ഷികൾ മാനസ സരസ്സിലേക്ക് പോവുകയാണ് പതിവ് എന്ന് കവികളുടെ ഒരു സങ്കല്പം. അങ്ങനെ ദേശാടനം ചെയ്യുന്ന പക്ഷികളൊക്കെ ഉണ്ട്. കാരണം ഇതായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ മഴയുള്ളത് കൊണ്ട് മഴയില്ലാത്ത ഭാഗങ്ങളിൽ പോയി താമസിക്കുന്നവരുണ്ട്. ഹംസങ്ങൾക്ക് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊന്നും താമസിക്കാൻ പറ്റാത്തത് ചെളിയും മഴ വെള്ളത്തിൻ്റെ ബഹളമൊക്കെ കാരണമാണ് എന്നുള്ളതൊക്കെ കവി സങ്കേതങ്ങൾ, കവിയുടെ വർണ്ണനകളാണ്. അപ്പോൾ ഈ പക്ഷികൾ അന്യദേശങ്ങളിൽ താമസിക്കുന്നവരായിട്ടുള്ള ഭർത്താക്കന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. വർഷകാലം വരാറായി, തിരിച്ച് വീട്ടിലേക്ക് എത്തേണ്ടവരാണ് നിങ്ങൾ, ഇനി ഒറ്റയ്ക്ക് ഭാര്യയ്ക്ക് കഴിയാൻ പറ്റില്ല എന്നൊക്കെ ഓർമ്മിപ്പിക്കലാണ് ഹംസങ്ങൾ ചെയ്തു കൊടുക്കുന്നതായ, ഈ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കുന്നതായിട്ടുള്ള സഹായം. അതുകൊണ്ടാണ് ഇവിടെ പറയണത് വനിതാ സഹായ എന്ന്. വനിതകൾക്ക് സഹായകമായി വർത്തിക്കുന്നവരായ ഹംസങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു വിശേഷണം കൊടുക്കുകയാണ് സ്പൃഹണീയ മാലാഹ എന്ന്. സ്പൃഹണീയമായ മാലകളെ പോലെ എന്നർത്ഥം. അതായത് ഈ ഹംസങ്ങൾ ഇങ്ങനെ പറന്നു പോണത് കണ്ടാൽ അവ വെളുത്ത നിറാണല്ലോ. അപ്പോൾ വെളുത്ത മുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല പോലെ ഇങ്ങനെ പറന്ന് പോവുകയാണ്. അതാണ് സ്പൃഹണീയമാലാഹ ഹംസാഹ. സ്പൃഹണീയമായ, ആർക്കും കൊതി തോന്നുന്നതായ, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ധരിക്കാൻ ആഗ്രഹം തോന്നുന്നതായ മുത്തുമാലകൾ പോലെയുള്ളതായ ഹംസങ്ങൾ ഈ മാനസ സരോവരത്തിൻ്റെ ഗുണങ്ങൾ എന്നതുപോലെ ദിക്കുകളിലേക്കൊക്കെ എത്തിപ്പെടുന്നു. എല്ലാ ദിക്കിലുമുള്ള ജനങ്ങൾ മാനസ സരസിൻ്റെ ഗുണഗണങ്ങളെ മനസ്സിലാക്കുന്നു എന്നർത്ഥം. ഹംസങ്ങൾ ഓരോ നാട്ടിലെത്തുന്നതോട് കൂടിയിട്ട് മാനസ സരസിൽ മഴയില്ല, ചെളിയില്ല, വളരെ വിശുദ്ധമായിട്ടുള്ള ജലമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ മാനസ സരസിൻ്റെ ഗുണങ്ങളാണോ പറന്നു പോകുന്നത് എന്ന രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഗുണാഹ ഇവ എന്ന് പറഞ്ഞതുകൊണ്ട് ഉത്പ്രേക്ഷാലങ്കാരമാണ് പറയണത്. അങ്ങനെ ഈ മാനസ സരസിനെ പറ്റിയിട്ട് വർണ്ണിക്കുന്ന 2 ശ്ലോകങ്ങളാണ് ഇന്ന് നമുക്ക് ചൊല്ലാനുള്ളത്. ചെറിയ 2 വരികളേ ഉള്ളൂ എങ്കിലും അതിൽ ധാരാളം അർത്ഥങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. പുരാസ്യ പുണ്യേ കുശികസ്യ സൂനു കൂലേ വസൻ കോപമലേന ശൂന്യ സുരാംഗന വിഭ്രമദുർജയേന ബ്രഹ്മർഷിരാസീത് തപസാ ബലേന അസ്മിൻ വസന്തോ വനിതാ സഹായ വലാഹകാനാം സമയേഷു ഹംസ ഗുണായിവാസ്യ സ്പൃഹണീയമാല പുനഃ പ്രസർപ്പന്തി ദിശാമുഖേഷു. പുനഃപ്രസർപ്പന്തി എന്ന് പറഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞിട്ട് പിന്നെയും പറന്നു പോകുന്നു. പിന്നെ മഴക്കാലം വരുമ്പോഴാണ് ആദ്യം ഇവരൊക്കെ പറന്ന് തിരിച്ച് ഈ മാനസ സരസിലേക്ക് വരണത്. അങ്ങനെ ഇതൊരു സ്ഥിരമായിട്ടുള്ളൊരു പ്രക്രിയയായിട്ട് ഹംസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ ഈ മാനസ സരസിൽ വന്ന് തിരിച്ചു പോകുമ്പോഴും മാനസ സരസിൻ്റെ ഗുണങ്ങൾ ജനങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഇനിയും മാനസ സരസിനെ പറ്റിയിട്ടുള്ള ശ്ലോകങ്ങൾ അടുത്ത ദിവസവും വരുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.